ദൈവത്തിൻ്റെ അതിവിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളൊക്കെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട്, ദൈവത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു ആലോചനയാണ്, വാഗ്ദത്തമാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോവുക. പിതാക്കന്മാരുടെ നടുവിൽ നിന്ന്, ബന്ധങ്ങളുടെ നടുവിൽ നിന്ന്, വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ഇവിടെ വിട്ടു പോകുവാനിടയായിട്ടെന്ന്. തൻ്റെ പിതാവായ തേരഹും സഹോദരപുത്രനായ ലോത്തും ഭാര്യയായ സാറായും അബ്രഹാമും കൂടി ഹാരാനിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കനാൻ ദേശത്തേക്ക് അവർ യാത്രയാകുക. ഈ യാത്രയാകുന്ന സംവത്സരത്തിൽ ഹാരാനിൽ വന്ന് പാർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് വ്യക്തമായി പറയും. മെസൊപ്പൊത്താമിയ ഊരിൽ നിന്ന് അവർ പുറപ്പെടുകയാണ്. ഹാരാനിൽ പാർക്കുമ്പോൾ, ഹാരാനിൽ വരുമ്പോൾ ദൈവം അവരോട് പറയുന്നൊരു കാര്യമാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുവാനിടയായിത്തീരണം. ദൈവത്തിൻ്റെ ആലോചന അബ്രഹാമിനുണ്ടാകുക. അത് ദൈവം അത് പറയുമ്പോൾ തന്നെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ദൈവിക ആലോചന വിട്ടുകഴിഞ്ഞാൽ, ദൈവിക ആലോചന കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവിക ആലോചനയ്ക്ക് അനുസരിക്കുവാൻ തയ്യാറായാൽ ദൈവം പറയുന്നൊരു കാര്യമാണ്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുവാനിടയായി തീരും. മാത്രമല്ല, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കുവാനിടയായി തീരും. നീ ഒരു അനുഗ്രഹമായി തീരും. അതിന് നീ ഇവിടെ വിടേണ്ടത് ആവശ്യമാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുക, വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെടുവാനിടയായി തീർന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നത് ഞാൻ അനുഗ്രഹിക്കുവാനിടയായി തീരും. നീ ഒരു അനുഗ്രഹമായി തീരുവാനിടയായി തീരും. നിന്റെ പേര് വലുതാക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുവാനിടയായി തീരണം. അങ്ങനെ പറഞ്ഞ് അബ്രഹാം പുറപ്പെടുകയാണ്. എവിടേക്ക് പോകണം, എങ്ങോട്ട് പോകണമെന്നറിയാതെ അബ്രഹാം പുറപ്പെടുന്നതായിട്ട് തിരുവചനം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിളിപ്പിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ, എവിടേക്കാണെന്ന് ലക്ഷ്യമില്ലാതെ പോകുവാനിടയത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം മുമ്പിൽ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവിക വാഗ്ദത്തം നീ കേട്ടിട്ട്, ദൈവിക ആലോചന കേട്ടിട്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്, ദൈവിക ദൂത് കേട്ട് നീ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനിടയായിത്തീരും. അതിലേക്ക് പോകുന്ന വഴികൾ ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം. അതിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കാം. അതിൽ കൂടെ പോകുന്ന അവസ്ഥകൾ വളരെ മോശമായിരിക്കാം. എന്നാൽ ഒരു വാഗ്ദത്തം നിന്മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ, ദൈവശക്തി നിന്മേൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നീ തകർന്നു പോകത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനിടയായിത്തീരും. അത് മാത്രമല്ല, ഒരു അനുഗ്രഹമായി തീരുവാനിടയായിത്തീരും. നിന്റെ പേർ വലുതാക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നീ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞപ്പോൾ അമ്രാം എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ചെങ്കിൽ ദൈവം പേരിൻ്റെ വിശാലത വരുത്തി അബ്രഹാം എന്നാക്കുവാനിടയായിത്തീരുന്നു. മാത്രമല്ല, നിന്നെ വലിയ ജാതിയാക്കുവാനിടയായിത്തീരും. നീ അനേകർക്ക് വിശ്വാസികളുടെ പിതാവെന്ന പേര് ലഭിക്കുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവാലോചന കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തീർച്ചയായും ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി. നാം ചിന്തിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ മേൽ പകരപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവാലോചന കേട്ടവരായി, ദൈവാനുഗ്രഹം പ്രാപിച്ചവരായി, ദൈവശബ്ദം കേട്ടവരായി, വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നവരായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തയ്യാറാകാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. വേദന ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കേൾക്കോട്ടെ വചനം മുമ്പായി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കണം, പരിപാലിക്കണം. കർത്താവ് കേൾക്കോട്ടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ചേർന്നു. കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധ സ്ഥലങ്ങളിൽ, ഹോസ്പിറ്റലിൽ, ഭവനങ്ങളിലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗത്താലായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ, സുഖം അയക്കണം, അത്ഭുതം ചെയ്യണം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. ആമേൻ.